എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുറച്ച് ലൈറ്റാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ നമ്മുടെ സുധി ഒരു ബിസിനസ് തുടങ്ങിയിരിക്കുകയാണ്. ഹോം അപ്ലയൻസസിൻ്റെ ഒരു ഷോറൂമാണ് നമ്മുടെ സുധി തുടങ്ങിയിട്ടുള്ളത്. അതിൻ്റെ ഇനോഗ്രേഷനാണ് ഇന്ന്. നമ്മുടെ ചന്ദ്രയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും സുധിയെ സപ്പോർട്ട് ചെയ്തിരുന്നത് ചന്ദ്രയായിരുന്നു. എന്നാൽ ചന്ദ്രയുടെ പേര് ആ ഹോം അപ്ലയൻസസിന് ഇടണ്ട എന്നൊക്കെയാണ് സുധി പറഞ്ഞിരുന്നത്. മാത്രമല്ല ഉദ്ഘാടനം ചെയ്യാൻ പുറത്തുനിന്ന് ആരെങ്കിലും കൊണ്ടുവരണം എന്നൊക്കെയാണ് സുധിയുടെ അഭിപ്രായം ഉണ്ടായിരുന്നു. എന്നാൽ സച്ചി അമ്മയോടുള്ള സ്നേഹം കൊണ്ട് തന്നെ അമ്മയുടെ പേരിട്ടാൽ മതി, അതുപോലെ അമ്മ തന്നെ ഉദ്ഘാടനം ചെയ്താൽ മതി എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ചന്ദ്ര തന്നെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അന്നത്തെ ദിവസം എല്ലാവരും കടയുടെ ഫ്രണ്ടിൽ സന്തോഷത്തോടു കൂടി നിൽക്കുന്നുണ്ട്. അങ്ങനെ രവി പറയുന്നുണ്ട്, സമയമായല്ലോ, ഇനി റിബൺ കട്ട് ചെയ്തൂടെ എന്ന്. അത് പിന്നെ ഒരാളൂടെ വരാനുണ്ട്, അവർ വന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അങ്ങനെ വർഷയുടെ മമ്മി വരുന്നുണ്ട്. മമ്മിയെ സ്വീകരിക്കാനായിട്ട് അങ്ങ് ഓടുന്നുണ്ട് ചന്ദ്ര. അങ്ങനെ വർഷയും ചെന്ന് അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മ വരുമെന്ന് ഞാൻ കരുതിയില്ല എന്നൊക്കെ. അങ്ങനെ ഉദ്ഘാടനത്തിനായി എല്ലാവരും എത്തുന്നുണ്ട്. അങ്ങനെ റിബൺ കട്ട് ചെയ്യാണ് നമ്മുടെ ചന്ദ്ര. എല്ലാവരുടെയും മുൻപില് അഭിമാനത്തോടെ ചന്ദ്ര റിബൺ കട്ട് ചെയ്ത് ഉള്ളിലോട്ട് കയറുന്നുണ്ട്. മോളെ രേവതി, എന്താ നിന്റെ വീട്ടിൽ നിന്ന് അമ്മയോ അനിയത്തിയൊന്നും വരാത്തത്? അത് പിന്നെ അച്ഛാ, ഞാൻ അവരുടെ അടുത്തൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇത് കേട്ട് ചന്ദ്ര ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിലും ഇപ്പോൾ അവരോട് പറഞ്ഞിട്ട് ഇപ്പം എന്താ കാര്യം? ഇവിടെ വന്നാൽ ഇതൊക്കെ കണ്ടുപോവാനേ അവർക്ക് പറ്റൂ. അവരിവിടുന്ന് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് പോവോ? പിന്നെന്തിനാ അവരെ വിളിക്കുന്നേ? നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? നല്ലൊരു ദിവസമായിട്ട് നീ വെറുതെ എൻ്റെ വാലിരിക്കുന്ന കേൾക്കണ്ട. നീ നിന്റെ കാര്യം നോക്കി പോക്കെ. അങ്ങനെ രേവതി പറയുന്നുണ്ട്, അച്ഛാ, ഇത് കാരണ ഞാൻ അവരോട് വരണ്ട എന്ന് പറഞ്ഞത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരെ അപമാനിച്ച് പറഞ്ഞു വിടും, അതുകൊണ്ടാ. അങ്ങനെ രവിക്കും ഒരുപാട് സങ്കടമാവുന്നുണ്ട്. അങ്ങനെ സച്ചി വന്ന് രേവതിയോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നേ? നീ അല്ലേ പറഞ്ഞ് വീട്ടിലോട്ടൊരു മിക്സി വേണമെന്ന്? നമുക്ക് മിക്സി നോക്കാം. സച്ചിയും രേവതിയും ഉള്ളിലോട്ട് കയറുമ്പോഴേക്കും ശ്രുതി വിളക്കെല്ലാം കത്തിക്കുന്നുണ്ട്. അങ്ങനെ ശ്രുതിയോട് പറയുന്നുണ്ട്, ശ്രുതി, ഇനി നീ ആ കസേരയിലോട്ട് ഇരുന്നേ എന്ന്. അങ്ങനെ പിന്നീട് ശ്രുതി വന്ന് കസേരയിൽ ഇരിക്കുന്നുണ്ട്. ഇത് കണ്ട് ചന്ദ്രയ്ക്കൊക്കെ ഒരുപാട് സന്തോഷാവുന്നുണ്ട്. അങ്ങനെ കടയുടെ ഓണർ വരുന്നുണ്ട്. ഓണർ വന്ന് ചാവിയും കടയുടെ ഡോക്യുമെന്റ്സ് ഒക്കെ ശ്രുതിക്ക് കൊടുക്കാൻ നേരത്ത് ശ്രുതി പറയുന്നുണ്ട്, അത് പിന്നെ ഞങ്ങളുടെ എല്ലാ ഐശ്വര്യത്തിന്റെയും കാരണം ഇതാ ആന്റിയാണ്, ആന്റിയുടെ കയ്യിലോട്ട് തന്നെ കൊടുത്താൽ മതിയെന്ന്. ഇത് കേട്ട് സന്തോഷം സഹിക്കാനാവാതെ നമ്മുടെ ചന്ദ്ര വന്ന് ആ ഡോക്യുമെന്റ്സും ചാവിയൊക്കെ വാങ്ങി നേരെ സുധിയുടെ കയ്യിലോട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് അശോകനങ്ങള് നമ്മുടെ രവിയോട് ചോദിക്കുന്നുണ്ട്, നീ നിന്റെ മകന് വേണ്ടി 50 ലക്ഷം രൂപ കൊടുത്തു, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു? നിന്നെക്കുറിച്ചൊന്നും ഒന്നും പറയുന്നില്ലല്ലോ. ഞാൻ അതൊന്നും കൊടുത്തത് എന്നെക്കുറിച്ച് എല്ലാവരും മുന്നിൽ പറയാൻ വേണ്ടിയിട്ടൊന്നുമല്ല, എൻ്റെ മകൻ നന്നാവട്ടെ എന്ന് കരുതിയേട്ടാ. എന്നാ സുധിക്കാണെങ്കിൽ കുറച്ച് അഹങ്കാരമൊക്കെ കൂടിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു പൊസിഷനിലൊക്കെ ഇരുന്ന് ഒരു കടയുടെ ഓണറായിട്ട് ഇരിക്കുകയല്ലേ, അതിൻ്റെതായിരിക്കും. കടയുടെ ഉദ്ഘാടന ദിവസം ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ നമുക്ക് അവിടുന്ന് സാധനങ്ങൾ വാങ്ങിക്കണമല്ലോ. അതുകൊണ്ട് രേവതി മേടിക്കുന്നത് മിക്സിയാണ്. അങ്ങനെ സച്ചിയും രേവതിയും കൂടെ മിക്സിയൊക്കെ നോക്കുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ രേവതി നോക്കുന്നതൊക്കെ നല്ല വിലയായിരിക്കും. സച്ചിയേട്ടാ, എന്ത് വിലയാ മിക്സിക്കൊക്കെ? പണ്ട് അമ്മിയും ഓരലൊക്കെ ഉണ്ടാവുമ്പോൾ ഈ മിക്സിയുടെ ആവശ്യം ഉണ്ടായിരുന്നു. ഇപ്പോഴും അതുപോലെ ചെയ്യുകയാണെങ്കിൽ മിക്സിയൊന്നും ഉപയോഗിക്കണ്ട. എന്താ വില മിക്സിക്കൊക്കെ? ഇതുപോലെ ഓരോന്ന് കണ്ടുപിടിച്ച കാരണം കുറച്ചു നേരെങ്കിലും ഒരു ഭാഗത്ത് ഇരിക്കാനെങ്കിലും പറ്റുന്നത്. അത് പറഞ്ഞാ സച്ചിയേട്ടന് മനസ്സിലാവോ? അല്ല, പണ്ടുള്ള ആൾക്കാര് നടന്നായിരുന്നു എല്ലായിടത്തേക്കും പോയിരുന്നത്. അങ്ങനെ നടന്ന് ഇപ്പോഴും പോവാണെങ്കിൽ അപ്പൊ സച്ചിയേട്ടന് ഈ കാർ ഓടിക്കുന്ന ജോലി ഉണ്ടായിരുന്നോ? ഇത് കേട്ട് സച്ചിക്കൊന്നും പറയാനാവാതെ നിൽക്കുന്നുണ്ട്. വർഷയുടെ മമ്മിയാണെങ്കിൽ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങാനായിട്ട് തിരയുന്നുണ്ട്. ഈ സമയത്ത് ഭാമ ചോദിക്കുന്നുണ്ട്, ചന്ദ്രേ, എന്തൊക്കെയോ തിരയുന്നുണ്ടല്ലോ, എന്ത് വാങ്ങിക്കാനായിരിക്കും? ഇനി ഒന്നും വാങ്ങിക്കില്ലേ? ഏയ്, അങ്ങനെയൊന്നുമല്ല, അവരെന്തെങ്കിലുമൊക്കെ വാങ്ങിക്കും. ആദ്യത്തെ ദിവസമല്ലേ, അതുകൊണ്ടാണ് ഞാൻ അവരെ വിളിച്ചത് തന്നെ. കാര്യമായിട്ട് എന്തെങ്കിലും വില കൂടിയ സാധനങ്ങൾ വാങ്ങിക്കും. അങ്ങനെ ശ്രുതി അങ്ങോട്ട് വരുന്നുണ്ട് വർഷയുടെ മമ്മിയുടെ അടുത്തോട്ട്. ഇതിനെന്താ റേറ്റ്? ഇത് സെൻട്രലൈസ് ചെയ്യല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതെ, ഇതിന് അത്യാവശ്യം വിലയുണ്ട്. അതൊന്നും സാരമില്ല, ഞാൻ പേ ചെയ്തോളാം. ഇതിന് ഏകദേശം എത്ര വരും? അത് പിന്നെ ഒരു 1.5 ലക്ഷം വരും. അത് ഞാൻ പേ ചെയ്തോളാം. അങ്ങനെ ഇത് എടുത്തോളാൻ വേണ്ടിയിട്ട് സുധിയുടെ അടുത്ത് പറയുന്നുണ്ട്. സുധിക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ചന്ദ്രയ്ക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷം. ഉദ്ഘാടന ദിവസം തന്നെ ഇത്രയും വില കൂടിയ ഒരു സാധനം ഒരാൾ വാങ്ങിക്കുന്നത് ആദ്യമായിട്ടായിരിക്കും. അതായിരിക്കും ഒരുപാട് ആശ്ചര്യത്തോടെ നമ്മുടെ സുധി ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നാ ആൻറ്റി, ഇത് ബില്ലാക്കല്ലേ എന്ന് സുധി ചോദിക്കുന്നുണ്ട്. അതിനെന്താ, ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. രേവതിയാണെങ്കിൽ ഉള്ളതിൽ വെച്ചിട്ട് വില കുറഞ്ഞൊരു മിക്സി തിരഞ്ഞെടുക്കുന്നുണ്ട്. സച്ചിയോട് പറയുന്നുണ്ട്, സച്ചിയേട്ടാ, ഇതിൽ വെച്ച് കുറച്ച് വില കുറഞ്ഞതാണ് ഈ മിക്സി, എന്നാലും നല്ല കളറാ, ഇത് എടുക്കാല്ലേ? എന്നാ ഇതെടുക്കാം, നീ നടക്കെന്ന് പറഞ്ഞ് മിക്സി എടുത്ത് രേവതിയും സച്ചിയും പോകുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ 1.5 ലക്ഷം രൂപയ്ക്ക് ഒരു സെൻട്രലൈസ് വാങ്ങിച്ച നമ്മുടെ വർഷയുടെ മമ്മിയെ വല്ലാണ്ട് അങ്ങ് പുകഴ്ത്തി സംസാരിക്കുകയും ആദ്യത്തെ പർച്ചേസ് നിങ്ങൾ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര സംസാരിക്കുകയാണ്. അങ്ങനെ ബില്ലടിക്കാനായിട്ട്
രേവതി ചെല്ലുന്ന സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്, ഹോ ഇതാണപ്പൊ നീ വാങ്ങിച്ചത്, ഇതിനൊരു 5000 രൂപയെങ്കിലും ഉണ്ടാവോ? വർഷയുടെ മമ്മി കണ്ടില്ലേ 1.5 ലക്ഷം രൂപയുടെ വാങ്ങിയിരിക്കുന്നത്. അവര് തന്നെ ആദ്യം ബില്ലാകട്ടെ. ആദ്യത്തെ കസ്റ്റമർ അവര് തന്നെ ആയിക്കഴിഞ്ഞാൽ നല്ല ഐശ്വര്യമായിരിക്കും. ഇവളെ പോലെ രാശിയില്ലാത്തവളൊന്നും ആദ്യം കയറിയിട്ട് സാധനങ്ങൾ വാങ്ങിക്കണ്ട. ആരാ പറഞ്ഞേ രേവതിക്ക് രാശിയില്ല എന്ന്? ടാറിട്ട റോഡ് പോലെ ഇരുന്ന എന്റെ ജീവിതം നല്ല തിളങ്ങുന്ന കല്ലാക്കി മാറ്റിയത് രേവതിയാ. രേവതിയെ പോലെ രാശിയില്ല ആരും തന്നെ ഇവിടെ ഉണ്ടായിരിക്കില്ല. അവൾ ആദ്യം വാങ്ങിച്ചെന്ന് കരുതി ഒന്നും സംഭവിക്കില്ല. അതൊന്നും വേണ്ട, അത് വർഷയുടെ മമ്മി തന്നെ വാങ്ങിക്കട്ടെ. ഈ സമയത്താണെങ്കിൽ അച്ചമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്നാലും കടിച്ചമർത്തി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അച്ചമ്മ. അങ്ങനെ അവസാനം വർഷയുടെ മമ്മി തന്നെയാണ് ആദ്യം തന്നെ അവിടുന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നത്. അങ്ങനെ ബില്ലെല്ലാം വർഷയുടെ മമ്മിക്ക് കൊടുക്കുമ്പോൾ 1.5 ലക്ഷം രൂപയാണെന്ന് പറഞ്ഞ് ബാഗിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കുന്ന സമയത്ത് സുധിയുടെ കണ്ണങ്ങ് തള്ളുന്നുണ്ട്. എന്തായാലും എൻ്റെ മോൻ്റെ കടയിൽ നിന്ന് ആദ്യമായിട്ട് സാധനം വാങ്ങിയത് നിങ്ങളാണ്. അതുകൊണ്ട് എൻ്റെ മോൻ്റെ കട വെച്ചടി ഉയരത്തിലായിരിക്കും. നിങ്ങൾ അത്രയും കഴിവുള്ളവരല്ലേ എന്നൊക്കെ പറഞ്ഞ് വർഷയുടെ മമ്മി അങ്ങ് പുകഴ്ത്തുന്നുണ്ട്. അങ്ങനെ അച്ചമ്മയ്ക്ക് ഇതൊന്നും കണ്ട് സഹിക്കാനാവാതെ അച്ചമ്മ നേരെ അങ്ങ് ചെല്ലുന്നുണ്ട്. രേവതി ഇങ്ങ് വാ. രേവതി ഇതാ ഒരു മിക്സി എടുത്തിട്ടുണ്ട്. അതല്ല വർഷ എന്തോ എടുത്തിട്ടുണ്ട്, വർഷയുടെ ആദ്യമാക്കാം. അതെന്താടാ രേവതിയുടെ നിനക്ക് ബില്ലാക്കാൻ പറ്റായ? അവളുടെ തന്നെ ചെയ്യേ. ഇനി ആരൊക്കെ ആദ്യം വാങ്ങിച്ചു പോയാലും രേവതി വാങ്ങിക്കുമ്പോഴുള്ള ഐശ്വര്യം ആര് വാങ്ങിച്ചാലും കിട്ടില്ല. അവള് പൂ കെട്ടി ആ മാല ഭഗവാന് ചാർത്തുന്നതാ. അവൾക്ക് അതിൻ്റെതായിട്ടുള്ള ഐശ്വര്യം ഉണ്ടായിരിക്കും. ആരൊക്കെ ഈ കടയിൽ നിന്ന് എന്തൊക്കെ ആദ്യം വാങ്ങിക്കൊണ്ടുപോയാലും രേവതി ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ നിന്റെ കടയ്ക്ക് നല്ലത് തന്നെ വരൂ. അവള് കരുതിയിട്ടുണ്ടായിരിക്കും ഇനിയിപ്പോ ഈ കടയിൽ നിന്ന് എന്തെടുത്താലും പൈസ കൊടുക്കണ്ട എന്ന്. ആരാ പറഞ്ഞ്? അവൾ എന്ത് വാങ്ങിയാലും പൈസ തരും. സുധി നിന്നോടാ പറഞ്ഞത് ബില്ലാക്കാൻ. മോളെ രേവതി മിക്സി അങ്ങ് കൊടുക്ക്. അങ്ങനെ സുധിയുടെ കയ്യിൽ മിക്സി കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ചന്ദ്രയുടെ മുഖത്തോട്ട് സുധി ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ മനസ്സോടുകൂടി അച്ചമ്മ പറഞ്ഞതല്ലേന്ന് കരുതിയിട്ട് മിക്സി വാങ്ങിച്ച് പൈസയും രേവതി കൊടുത്ത് അതിൻ്റെ ബില്ല് രേവതിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. ഈ സമയത്ത് അച്ചമ്മ ചന്ദ്രയോട് പറയുന്നുണ്ട്, ചന്ദ്രേ നീ ഇങ്ങ് വാ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അങ്ങനെ ചന്ദ്ര കൂടെ ചെല്ലുന്നുണ്ട്. നിന്റെ വിചാരം എന്താ? നീ എന്തൊക്കെയാ ഇപ്പം രേവതിയെ കാണിച്ചത്? ഞാനൊന്നും അവളെ കാണിച്ചിട്ടില്ലല്ലോ അമ്മേ. നീ ഒന്നും കാണിച്ചിട്ടില്ല എന്നോ? അവൾക്ക് രാശിയില്ല എന്ന്. അവളെപ്പോലെ രാശിയുള്ളൊരു പെൺകുട്ടി വേറെ എവിടെയും ഉണ്ടായിരിക്കില്ല. നീ അവളെ എല്ലാവരെയും മുൻപിൽ നാണം കെടുത്തിയത് ഞാൻ ശ്രദ്ധിച്ചു. അവൾക്ക് രാശിയില്ല എന്ന് പറയാൻ നിനക്ക് എന്താ അവകാശം? അതിന് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നീ അങ്ങനെ പറഞ്ഞാലും ഇല്ലെങ്കിലും നീ സംസാരിക്കുന്നതിൽ എനിക്കറിയാം എന്തുദ്ദേശിച്ചിട്ടാണെന്ന്. മേലാല് രേവതിയെക്കുറിച്ച് എന്തെങ്കിലും നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഞാൻ പ്രതികരിക്കുക. ആരവളെ കൂടെ ഉണ്ടായിട്ടില്ലെങ്കിലും ഈ ഞാൻ അവളെ കൂടെ ഉണ്ടാവും. ഓ അവൾക്ക് എന്ത് രാശി? അങ്ങനെ രാശിയുണ്ടെങ്കിൽ അവളെ വീട് എങ്ങനെ കണ്ടാൽ മതിയോ? പൈസ ഇല്ല എന്ന് കരുതിയിട്ട് ആ കുട്ടിക്ക് രാശിയില്ലാന്ന് നിന്നോടാരാ പറഞ്ഞ്? അവളെ എന്തിലിറങ്ങി പുറപ്പെട്ടാലും നല്ല രീതിക്ക് മുന്നോട്ട് പോകും. ഈ കടയിൽ നിന്ന് ആദ്യമായിട്ട് രേവതി സാധനം വാങ്ങിയ എന്തായിരുന്നു പ്രശ്നം? അത് പിന്നെ അമ്മേ, അത്രയും വലിയ കുടുംബത്തിലുള്ള ഒരാള് സാധനം വാങ്ങിക്കഴിഞ്ഞാൽ അത്രയും ഐശ്വര്യം ഉണ്ടായിരിക്കും. ഹോ വലിയ ഐശ്വര്യം നിനക്ക് പറ്റിയതാ ആ പെണ്ണും പിള്ള. അവളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായതാ അവളുടെ സ്വഭാവം. അവള് നല്ലതാണെങ്കിൽ പറയേണ്ടതായിരുന്നു. അങ്ങ് മാറി നിൽക്കുമായിരുന്നു. രേവതി നീ ബില്ലാക്കെന്ന് പറയുമായിരുന്നു. അവരങ്ങനെ പറഞ്ഞോ? നിനക്ക് പറ്റിയ സ്വഭാവക്കാരിയാണ് അവളും. പിന്നെ നീ നിന്റെ മകനെ അങ്ങ് തലയിൽ കയറ്റി വെക്കണ്ട. എല്ലാം കൂടെ ചേർത്ത് അവൻ നിനക്കൊരു ദിവസം തരും, അത് നീ മറക്കണ്ട. പിന്നെ എല്ലാ മക്കളെയും ഒരുപോലെ കാണാൻ നീ ശ്രമിക്ക്. രേവതിക്ക് ആരുമില്ലാന്നും കരുതി നീ വല്ലാണ്ടങ്ങ് അവളെ തലയിൽ കയറണ്ട. നിനക്കറിയാലോ പണ്ട് ഞാൻ എങ്ങനെയായിരുന്നു എന്ന്. ഇപ്പം ഞാനൊന്ന് ഒതുങ്ങിയതാ. വെറുതെ എൻ്റെ സ്വഭാവം നീ പുറത്തെടുക്കണ്ട. എനിക്ക് നാട്ടിക്ക് എന്തായാലും പോയേ പറ്റൂ. അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ പോവും. ഞാനിവിടെ ഇല്ലാന്ന് കരുതിയിട്ട് ആ രേവതിയെ നീ എന്തെങ്കിലും പറഞ്ഞാ എൻ്റെ സ്വഭാവം നിനക്കറിയാലോ, മറക്കണ്ട. ഇതും പറഞ്ഞുകൊണ്ട് അച്ഛമ്മ അങ്ങ് പോകുന്നുണ്ട്. ഇത് കേട്ട് ചന്ദ്രയാകെ പേടിച്ച് നിൽക്കുന്നുണ്ട്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചാലും ചന്ദ്രയുടെ സ്വഭാവത്തിൽ ഒരു മാറ്റവും ഉണ്ടായിരിക്കില്ല. രേവതിയോട് അങ്ങനെ തന്നെ പെരുമാറൂ എന്ന് നമുക്കറിയാലോ. ശ്രുതിയുടെ അടുത്ത് ചെന്ന് മീര പറയുന്നുണ്ട്, നിന്നെ ഞാൻ സമ്മതിച്ചു. ഇപ്പോഴും നീ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടല്ലോ. നിന്റെ അമ്മായച്ചൻ്റെ പൈസ കൊണ്ടാ നിന്റെ അച്ഛൻ തന്നതാണെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഷോറൂം നീ തുടങ്ങിയത്. അതെങ്ങാനും അവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും സ്ഥിതിയെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? നീ ഒന്ന് പതുക്കെ പറ. നീ പറഞ്ഞു തന്നെ എല്ലാവരെയും അറിയിക്കും. അതൊക്കെ അപ്പോഴല്ലേ. അപ്പം എന്താ ചെയ്യുക? നീ ഒന്നും മിണ്ടാതിരുന്നേ. ശ്രുതി അപ്പോഴുള്ള സന്തോഷത്തില് അതൊന്നും ഓർക്കുന്ന പോലുമില്ല. അങ്ങനെ അവിടെ നിന്ന് എല്ലാവരും പോകുന്നുണ്ട് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞതിന് ശേഷം. അങ്ങനെ അവിടെ പിന്നീട് ശ്രുതി മാത്രമേ ഉണ്ടാവുള്ളൂ, നമ്മുടെ ശ്രുതിയും. അങ്ങനെ ശ്രുതിയോട് പറയുന്നുണ്ട്, ശ്രുതി നിന്നെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. നീ കാരണല്ലേ ഞാനിങ്ങനെ ഇവിടെ ഇരിക്കുന്നത്. അപ്പം നിന്നോട് ഞാൻ താങ്ക്സ് പറയണ്ട്. ഇനി നമ്മുടെ ബിസിനസ് നല്ലൊരു നിലയിൽ എത്തിക്കണം. ഇത് നമുക്ക് വലിയൊരു ഷോറൂം ആക്കണം എന്നൊക്കെ സ്വപ്നങ്ങളൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ശ്രുതിയുടെ അടുത്ത്. ശ്രുതി എൻ്റെ കയ്യിൽ നല്ലൊരു പ്ലാൻ ഉണ്ട്. അങ്ങനെ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരെ വിളിക്കുന്നുണ്ട്. മുൻപുള്ള ഓണർ ഒരുപാട് കാലം മുൻപേ ജോലിക്ക് വെച്ച ആൾക്കാരായിരിക്കും. പ്രായമായിട്ടുള്ള ആൾക്കാരാണ് അവിടെ ജോലി ചെയ്യുന്നത്. അങ്ങനെ പുതിയ മുതലാളി വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും ചെല്ലുന്നുണ്ട്. ചിലപ്പോൾ ബോണസായിട്ട് നമുക്ക് എന്തെങ്കിലും തരാനായിരിക്കും.
അങ്ങനെ സന്തോഷത്തോടു കൂടി സുധിയുടെ അടുത്തോട് ചെല്ലുമ്പോൾ സുധി പറയുന്നുണ്ട്, നിങ്ങൾ ഇനി ഇവിടെ നിൽക്കണ്ട, നിങ്ങൾ പൊക്കോ. അതെന്താ, ഇന്ന് കട നേരത്തെ അടയ്ക്കുന്നുണ്ടോ? അതൊന്നുമല്ല, നിങ്ങൾ ഇനി ഇവിടെ ജോലി ചെയ്യണ്ട. അതെന്താ അങ്ങനെ പറയുന്നേ? ഞങ്ങൾ എത്ര കാലമായെന്നറിയോ ഇവിടെ ജോലി ചെയ്യുന്നത്? ഞങ്ങളുടെ ചോര നീരാക്കിയാണ് ഞങ്ങളോട് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഞങ്ങളെ അങ്ങനെ പറഞ്ഞു വിടാൻ പറ്റില്ല. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളെപ്പോലെ വയസ്സന്മാരെ ഇവിടെ ജോലിക്ക് നിർത്തിയിട്ട് എനിക്കെൻ്റെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നിങ്ങളെപ്പോലുള്ളവരെ എനിക്ക് ജോലിക്കെടുക്കാൻ പറ്റില്ല. ഇപ്പം തന്നെ പൊക്കോ. അങ്ങനെ ഞങ്ങൾ ഒഴിവാക്കാനൊന്നും പറ്റില്ല. ഞങ്ങളുടെ പഴയ മുതലാളി ഞങ്ങളെ എത്ര കാര്യമായിട്ടാ നോക്കിയിരുന്നത് എന്നറിയോ? അത് പഴയ മുതലാളി. ഇപ്പം ഞാൻ പുതിയതാ. എനിക്ക് എൻ്റേതായിട്ടുള്ള രീതിക്ക് ഈ കട മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. ഇനി എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളെ ഇവിടെ ജോലിക്ക് നിർത്താൻ പറ്റില്ല. നിങ്ങൾക്ക് പകരമായിട്ട് ഞാനിവിടെ പുതിയ ജോലിക്കാരെ വെച്ച് കഴിഞ്ഞു. അങ്ങനെ കുറച്ച് ചെറുപ്പക്കാരായിട്ടുള്ള പെൺകുട്ടികളും ആൺകുട്ടികളെയും വിളിക്കുന്നുണ്ട്. അങ്ങനെ ഈ വയസ്സായ ആൾക്കാർ പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ വല്ല ഡ്രസ്സ് കടയിലും പോയി ജോലി ചെയ്യാൻ നോക്ക്. അതല്ലാതെ ഇവിടെ നീ നിങ്ങൾക്ക് ജോലിയില്ല. ഇനി നിൽക്കണ്ട, പൊക്കോ എന്ന് പറഞ്ഞ് അവരെ അങ്ങ് പറഞ്ഞു വിടുന്നുണ്ട്. ഈ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി നീ ഇങ്ങനെയൊക്കെ സംസാരിക്കോ? എത്ര സ്ട്രോങ് ആയിട്ട് നീ സംസാരിച്ചേ. എന്തായാലും നന്നായി, നിന്റെ പ്ലാനൊക്കെ നന്നായി മുന്നോട്ട് പോകുന്നുണ്ട്. അതെന്നെക്കുറിച്ച് നിനക്ക് അറിയാഞ്ഞിട്ടാ. ഞാൻ ബിസിനസ്സിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ വിജയിച്ചിട്ടേ വരൂ. അങ്ങനെ വർഷങ്ങളോളം ജോലി ചെയ്തിരുന്ന അവിടുത്തെ ആൾക്കാരെ അങ്ങ് പിരിച്ചു വിടുന്നുണ്ട്. നമ്മൾ എത്ര കാലമായി ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. നമ്മുടെ മുൻപത്തെ മുതലാളി എത്ര നല്ലതായിരുന്നു. ഇവനിനി പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. എങ്ങനെയാ നല്ല രീതിക്ക് ബിസിനസ് ചെയ്യേണ്ടതെന്ന് ഇവൻ അറിയില്ല. ഇവനിനി മുന്നോട്ട് എങ്ങനെയാവുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. അങ്ങനെ പാവം പിടിച്ച അങ്കിൾമാരൊക്കെ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. പിന്നീട് വളരെ ക്ഷീണിച്ച് ശ്രുതിയും വീട്ടിലോട്ട് വരുന്നുണ്ട്. ശ്രുതി, എനിക്ക് തീരെ വയ്യ. ഇന്ന് ഒരുപാട് പേര് വന്ന കാരണം എല്ലാവരോടും സംസാരിച്ചും കൂടെ നടന്ന് ഓരോന്ന് പരിചയപ്പെടുത്തി കൊടുത്തും ഞാൻ ആകെ ക്ഷീണിച്ചു പോയി. ആദ്യത്തെ ദിവസം തന്നെ നീ ഇങ്ങനെയായോ? എന്താ ചെയ്യാ? എന്തോ എനിക്ക് വയ്യ, ഒന്ന് പോയി നല്ല പോലെ ഒന്ന് ഉറങ്ങണം. അങ്ങനെ ഉള്ളിലോട്ട് കയറുന്ന സമയത്ത് ചന്ദ്ര വരുന്നുണ്ട്. ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. എന്താ മകളെ ഇത്ര വൈകിയത്? അത് പിന്നെ നല്ല തിരക്കായിരുന്നു അമ്മേ, അത് കാരണ. എന്തായാലും നിങ്ങൾ ഉള്ളിലോട്ട് കയറല്ലേ? ആരതി എടുത്തിട്ട് വരാം. നിങ്ങൾ ആരതി ഒഴിഞ്ഞ് ഉള്ളിലോട്ട് കയറാം. എല്ലാവരും നിങ്ങളെ കണ്ണു വെച്ച് കാണും. അങ്ങനെ ചന്ദ്ര ആരതി എടുക്കാനായിട്ട് പോകുന്നുണ്ട്. സന്തോഷത്തോടു കൂടി ശ്രുതിയും പുറത്തു തന്നെ നിൽക്കുകയാണ്. അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറെ കമൻസുകൾ അറിയിക്കാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.